ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വില്ലയാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്നത് ദുബായിലാണ്, ഷാർജയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വില്ല അപ്പാർട്ട്മെന്റാണ് ഞാനിത്. അപ്പൊ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ മോളവിടെ ഉണ്ട്. മോളപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ വരുന്ന ഇതാണ് എൻ്റെ മോള്. രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രണ്ടുപേരും പറഞ്ഞു വീഡിയോസ് എടുക്കുന്ന പറഞ്ഞപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും എനിക്ക് പണിത്തരും. കാരണം രണ്ടുപേരും കുറച്ച് നേരത്തെ സ്നേഹം, കുറച്ച് നേരത്തേക്ക് അടിയും, എല്ലായിടത്തും അങ്ങനെയായിരിക്കും. അപ്പോൾ അതേ വീഡിയോസ് എടുക്കുന്ന കാരണം അതിൻ്റെ എനർജിയിലാണ് അവർ. അപ്പോൾ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടൈം ആകുമ്പോഴാണ് എല്ലാവരും കളിക്കാനിറങ്ങുക. അപ്പോൾ രാവിലെ ഭയങ്കര വെയിലായിരുന്നു. കുറച്ച് നേരം ഇരുത്തി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇപ്പം തന്നെ ഇറക്കി. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഞ്ഞോ ഇപ്പം ഇറക്കി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ബീഫ് കുറച്ചിരിക്കണ്ടല്ലോ, ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ പറഞ്ഞു ബീഫ് കറി വെക്കുക അമ്മ എന്ന് പറഞ്ഞു. ബീഫ് കട്ട് ചെയ്ത് വലിയ പീസായിട്ട് നമുക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൽ വെച്ചു. ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞത് നോക്കിയത്. അപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് പാക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പാക്കറ്റുകളും പൊട്ടിച്ച് ഓരോ ടിന്നിലൊക്കെ ആക്കി നല്ല സേഫ്റ്റി ആയിട്ട് വെച്ച് ഓരോന്നും ഓരോ ടിന്നിലാക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ മോള് എന്നെ സഹായിക്കാനായിട്ട് ഓരോരോ പാക്കറ്റുകളും പൊട്ടിച്ച് വൃത്തിയായി സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞു എന്നോട് മോള്. അപ്പോൾ പിന്നെ അങ്ങനെ നാട്ടിൽ പോയി കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടെ ഓരോ പാട്ടിന് എത്രയൊന്നും നല്ല വിലയാണല്ലോ, നല്ല റേറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ ഓരോരോ പാക്കറ്റുകളായി ഓരോന്നും കൊണ്ടുവന്ന് ഓരോന്നും നല്ല ടിന്നിലാക്കി കൊണ്ടുവന്ന്. ഇത് ഗരം മസാല കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഗരം മസാല ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ഗരം മസാല, നാട്ടിൽ ഗരം മസാല എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഗരം മസാല എനിക്ക് മേടിക്കുന്ന അത്രയ്ക്ക് വലിയ, പക്ഷെ ഞാൻ മേടിച്ചു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവിടെ ഷാർജയിലെ ഏത് ഭാഗത്ത് ഏത് സൂപ്പർ മാർക്കറ്റില ഗരം മസാല ആണെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതേ ബീഫ് കറിയുടെ ഒരു ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലെത്തി. അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ലൈക്കും ഷെയറും കമന്റ് ചെയ്യാൻ